അവയവ കച്ചവട കേസ് അന്വേഷിക്കാൻ റൂറൽ എസ് പിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു. അവയവ വിൽപ്പനയ്ക്കായി യുവാക്കളെ ഇറാനിലെത്തിക്കാൻ റാക്കറ്റ് പ്രവർത്തിച്ചത് ഹൈദരാബാദ് കേന്ദ്രീകരിച്ചെന്നാണ് സൂചനകൾ. കിഡ്നി നൽകിയവർക്ക് 6 ലക്ഷം രൂപ വരെയാണ് പ്രതിഫലം നൽകിയതെന്നാണ് സാബിത്തിന്റെ മൊഴി. ഇറാനിലെ ആശുപത്രിയിൽ എത്തിച്ച് യോജിക്കുന്നയാൾക്ക് വൃക്ക നൽകും. തുടർ ചികിത്സയ്ക്ക് ശേഷം നാട്ടിലേക്ക് തിരിച്ചയക്കും. അവയവ കടത്തിന് മകൻ ഇരയായ കാര്യം അറിഞ്ഞിരുന്നില്ല എന്നാണ് ഷമീറിന്റെ മാതാവ് മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചത്. ഷമീറോട് വഴക്കടിച്ചിട്ട് അച്ഛനും അവനും കൂടി തമ്മിൽ പൈസൻ്റെ കാര്യത്തിൽ അവൻ്റെ അച്ഛൻ്റെ അടുത്ത് വഴക്കായി. അച്ഛൻ അങ്ങനെ ഇറങ്ങിപ്പോകാൻ പറഞ്ഞ് അങ്ങനെ അവൻ ഇവിടുന്ന് പോയതാണ്. അപ്പം ഞാനും വിചാരിച്ചു അവൻ പോയാലും വരുമല്ലോ എന്ന് വിചാരിച്ച് നോക്കി. പോയിട്ട് ഇപ്പോൾ 1 മാസം 3 മാസം 1 കൊല്ലം 3 മാസം കഴിഞ്ഞ് അവൻ പോയിട്ട് 3 മാസമായി ഇവിടുന്ന് പോയിട്ട്. ഇതുവരെ യാതൊരു വിവരം. ഇന്നലെ പോലീസ് വന്ന് അച്ഛൻ പണി ചെയ്യുന്ന അവിടെ വന്നിട്ട് അന്വേഷിച്ചിരിക്കണം. ഷമീർ എവിടെയാണ്? ഷമീർ ഞങ്ങൾക്ക് അറിയില്ല, അവൻ ഇവിടുന്ന് പോയിട്ട് ഇത്രയായി പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു എന്താ ഷമീറിനെ അന്വേഷിക്കാൻ വന്നിക്കണമെന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല, അവൻ ജോലിക്ക് ഒരു ഇതിന് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ അന്വേഷണത്തിന് വന്നതാണ് പറഞ്ഞു. അത് കഴിഞ്ഞ് എൻ്റെ നമ്പർ വാങ്ങിയിട്ട് അവിടെ നിന്ന് CI എന്നെ വിളിച്ച്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു ഷമീറിൻ്റെ എന്തെങ്കിലും വിവരം അറിയുമോ ചോദിച്ചപ്പോൾ നമ്മൾ എനിക്ക് ഒന്നും അറിയില്ല. അവൻ്റെ ആധാർ കാർഡ് ഉണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞു അവൻ പോകുമ്പോൾ അവൻ എടുത്തിട്ട് പോയതാണ്, ഒന്നും ഇവിടെ ഇല്ല പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ഇങ്ങനെ സാറെ വിളിക്കണം, എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ചോദിച്ചപ്പോൾ ഒരു പ്രശ്നവും ഇല്ല, അവൻ ജോലിക്ക് എൻ്റെ അതിന് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ അന്വേഷണത്തിന് വന്നതാണ് പറഞ്ഞു. അപ്പോൾ നമ്മൾ ജോലിക്കൊക്കെ അന്വേഷിക്കാൻ വരുമോ സാറേ ചോദിച്ചപ്പോൾ പിന്നെ വരാതെ ജോലി കൊടുക്കുമോ ചോദിച്ചു. പിന്നീട് ഷമീർ ഇങ്ങോട്ട് അമ്മയെ വിളിക്കുകയോ ഒന്നും ഉണ്ടായിട്ടില്ല? ഒന്നും ഇതുവരെ യാതൊന്നും ഒരു ബന്ധവും ഇല്ല.